അങ്ങനെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കണക്ക് പ്രകാരം വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. പക്ഷേ കണക്ക് നമുക്ക് പൂർണ്ണമല്ല. കണക്ക് എന്താണ്, എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്നതൊക്കെ 7 മണിയോടുകൂടി മാത്രമേ കൃത്യമായിട്ട് നമുക്ക്, അതായത് ഔദ്യോഗിക കണക്കാണ്, ഔദ്യോഗിക പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മാത്രമേ വരികയുള്ളൂ. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു മികച്ച പോളിംഗിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, അങ്ങനെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഈ ടോക്കൺ നൽകിയുള്ള ആളുകൾക്ക് അവർക്ക് ഇനി അവരുടെ ആ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള സമയം, അതിന് ഇനി അധിക സമയമൊന്നും എടുക്കില്ലല്ലോ. അങ്ങനെ എല്ലാം സമാധാനപരമായി, മറ്റൊരു രീതിയിലുള്ള അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറ് പ്രശ്നങ്ങളോ ഒന്നും ഉയരാത്ത രീതിയിൽ സമാധാനപരമായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്, അല്ലേ ഷഹീദ? തീർച്ചയായും പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനപരമാണ്. ചുങ്കത്തറയിലുണ്ടായ ചെറിയ അസ്വാരസ്യം ഒഴിച്ചു നിർത്തിയാൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. വലിയ ചൂടേറിയ പ്രചരണമായിരുന്നു നടത്തിയിരുന്നത് ഇരു മുന്നണികളും, അൻവറും എൻ ഡി എ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ ആ തരത്തിലുള്ള പ്രചരണത്തിന്റെ ചൂടും ഒന്നും ആ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് അസ്വാരസ്യങ്ങൾക്കിടയിൽ ആ രീതിയിൽ കാണാൻ കഴിഞ്ഞു. പക്ഷേ അത് പോളിംഗിൽ കണ്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രം മാത്രമല്ല, നിലമ്പൂരിന്റെ കൂടി ചരിത്രം തിരുത്തുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതായത് 24-ൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിലമ്പൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 61% മാത്രമായിരുന്നു പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 70 കടന്നു. നിലവിലെ കണക്ക് പ്രകാരം 70 കടന്നിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കണക്ക് ലഭിക്കുമ്പോൾ നമുക്ക് 75 എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് അത് വലിയ ഉയർന്ന കണക്ക് തന്നെയാണ്. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കാടിളക്കിയുള്ള പ്രചരണം ഇരു മുന്നണികളും നടത്തിയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അടിത്തട്ടിൽ ഒരു പ്രവർത്തകന്റെയും അല്ലെങ്കിൽ തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ സാധ്യതയുള്ള ഒരു വോട്ട് പോലും പാഴായി പോകാതിരിക്കാനുള്ള പ്രവർത്തനം അവർ നടത്തിയിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അടിയൊഴുക്കുകൾ വളരെ പ്രധാനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അത് എല്ലാ മുന്നണികളും അത് ആശങ്കപ്പെട്ടിരുന്നു. അതായത് സ്വന്തം പോക്കറ്റിലുള്ള സ്വന്തം വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ചോരുമോ എന്നുള്ള കാര്യം. UDF-ലാണെങ്കിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വി പ്രകാശും അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ നേതാക്കന്മാർക്കിടയിലുണ്ടായ അസ്വാരസ്യം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളൊരു ആശങ്ക UDF-ന് കോൺഗ്രസിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലുണ്ടായ ചില ആശങ്കകളുണ്ടായിരുന്നു, ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. PV അൻവറുമായുള്ള ഒരു സൗഹൃദം, മുസ്ലിം ലീഗിന്റെ സൗഹൃദം, അത് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ വോട്ടിനെ ചിഹ്നഭിന്നമാക്കുമെന്നൊരു ആശങ്ക ലീഗിലുണ്ടായിരുന്നു. അതൊക്കെ മറികടക്കാൻ വേണ്ടി താഴെത്തട്ടിൽ നേതാക്കന്മാർ ഇറങ്ങി വളരെ ശക്തമായ പ്രവർത്തനം, ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം നടന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെയാണ് സ്വരാജിന് വേണ്ടിയും, സ്വരാജിനെ കളത്തിലിറക്കിയത് തന്നെ ഈ ഒരു UDF-ന്റെ ഈ കാടിളക്കിയുള്ള അല്ലെങ്കിൽ അടിത്തട്ടിലുള്ള ഈ പ്രചരണത്തെ മറികടക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ സ്വരാജിനെ കളത്തിലിറക്കി ആ തരത്തിലുള്ളൊരു ആവേശപൂർണ്ണമായൊരു പ്രചരണം LDF ക്യാമ്പുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വ്യാഖ്യാനിക്കപ്പെടുന്നു. അങ്ങനെ മുന്നണികൾ കരുതുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വലിയ പ്രാധാന്യത്തോടുകൂടിയുള്ള പ്രചരണം. 70.76% പേർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്ക്. ഇനി ഔദ്യോഗികമായി കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന സമയമാണ്. 75% പോളിംഗ് പെർസെന്റേജ് എത്തിച്ചേരും. മികച്ച പോളിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പുറമേക്ക് കണ്ട വീറും വാശിയും, പ്രചാരണത്തെ വീറും വാശിയും, സ്ഥാനാർത്ഥി നിർണയത്തിലെ വീറും വാശിയും അത് ശരിവയ്ക്കുന്ന തരത്തിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോളിംഗ് പെർസെന്റേജിന്റെ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. 70.76% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി. 6 മണിയിലെ അന്തിമ കണക്കുകൾ വരുമ്പോൾ അത് 75% എത്തിച്ചേരുന്നുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പഞ്ചായത്ത് തിരിച്ചുള്ള വോട്ടിംഗ് പെർസെന്റേജിന്റെ കണക്കുകൾ വരുന്നുണ്ട്. വഴിക്കടവിൽ 68.6, മൂത്തിടത്ത് 69, നിലമ്പൂർ നഗരസഭയിൽ 74, അമരമ്പലത്തും കരുളായിലും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 72-71% പേർ വോട്ട് രേഖപ്പെടുത്തി. ചുങ്കത്തറയിലും 70% പോളിംഗ്. 5 മണി വരെയുള്ള കണക്കാണ് ഇത്. 70.76% പേർ തങ്ങളുടെ സമ്മതിദാന അവകാശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു എന്നതാണ് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം ക്രോഡീകരിച്ച കണക്ക്, ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് പെർസെന്റേജ് ലഭ്യമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.